ഹായ് ഹലോ, ഞാൻ പ്രീത നായർ. മാനത്തക്കണ്ണി വ്ളോഗ്സിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേലിക്ക് സമീപമുള്ള പ്രശസ്തമായ ക്രിസ്ത്യൻ ദേവാലയമായ സെൻറ് തോമസ് ചർച്ചിലേക്കാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മനോഹരമായ ഒരു പള്ളിയാണിത്. ഈ പള്ളി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് ലീഹായുടെ നാമത്തിലാണ് സ്ഥാപിതമായത്. ഇത് പുരാതന പള്ളികളിൽ ഒന്നാണിത്. പിന്നെ ലത്തീൻ കത്തോലിക്ക ആചാരങ്ങളും കുർബാന മലയാളത്തിലുമാണ് ഇവിടുത്തെ ആരാധന രീതി. ഈ കാണുന്ന റോഡ് വേളി, പൂന്തുറ എന്നീ ഭാഗങ്ങളിൽ പോകുന്ന റോഡാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ പ്രെയർ ഹാളാണ്. നമ്മൾ ഈ പ്രെയർ ഹാളിനുള്ളിൽ കയറുമ്പോൾ ഇതിനു ചുറ്റും വളരെ മനോഹരമായ പല നിറങ്ങളിലുള്ള സ്റ്റെയിൻ ഗ്ലാസ് ചിത്രങ്ങളുണ്ട്. ഈ ചിത്രത്തിലൂടെ വെളിച്ചം അകത്തോട്ട് പ്രകാശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ അൾത്താര അതിമനോഹരമായ ചിത്രപ്പണികളാൽ നിർമ്മിതമാണ്. അതിൻ്റെ മധ്യത്തിലുള്ള ചൈതന്യം ആധ്യാത്മ ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. കൂടാതെ മനോഹരമായ ബിബ്ലിക്കൽ ചിത്രങ്ങളാൽ അലങ്കൃതമാണ്. ദേ ഇവിടെ 2 കൂറ്റൻ ഫാനുകളും കാണാം. ഞാൻ പ്രെയർ ഹാളിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം അല്പനേരം ബാൽക്കണിയിൽ ചെന്ന് നിന്നു. എന്താ പറയുക, അകത്തും പുറത്തും ഒക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന അന്തോണീസ് പുണ്യാളൻ്റെ പ്രതിമയാണ്. ഈ പ്രതിമയുടെ കീഴിൽ കുറച്ചു നേരം നിന്നു. എനിക്കിവിടെ വന്നപ്പോൾ ഒരു വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ബുക്ക് സ്റ്റോളാണ്. വലിപ്പം കൊണ്ടും നിർമ്മാണം കൊണ്ടും രാജ്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണിത്. പിന്നെ തീരദേശ വിശ്വാസികളുടെ പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണ്. പിന്നെ ഈ ചർച്ചിൻ്റെ ഒരു വശം കടലും മറുവശം വേളിക്കായലുമാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിറങ്ങുകയാണ്. അപ്പോഴാണ് മരച്ചുവട്ടിലൊരു മയിലിനെ കാണുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നേ. എന്നെ കൊണ്ട് എഴുന്നേറ്റു. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു, വിശേഷങ്ങൾ പങ്കുവച്ചു. അങ്ങനെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഞാൻ ഈ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. ബായ്.